വായിക്കുവാനെനിക്കേറെ ഇഷ്ടം നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം. വായിക്കുവാനെനിക്കേറെ ഇഷ്ടം നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം. പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാനെനിക്കേറെ ഇഷ്ടം. പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാനെനിക്കേറെ ഇഷ്ടം. ഒത്തുകളിക്കാൻ പഠിക്കാൻ രസിക്കുവാൻ പൊട്ടിച്ചിരിക്കാൻ വിതുമ്പിക്കരയുവാൻ വായനാ ദിനമാണ് അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ആചരിക്കുന്നറിയാവോ? വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ സാക്ഷര കേരളം എന്ന സ്വപ്നം സാധ്യമാക്കിയ PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19 നമ്മൾ ആചരിക്കുന്നത്. 25 വരെ വായന വാരാചരണ ദിനമായിട്ട് ആചരിക്കാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ക്ലാസ് ഗ്രൂപ്പ് വഴിയൊക്കെ ഈ പ്രവർത്തനങ്ങളുടെ ഒരു ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടാകുന്ന സമയത്തിനനുസരിച്ച് വായിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഒത്തുകളിക്കാൻ പഠിക്കാൻ രസിക്കുവാൻ പൊട്ടിച്ചിരിക്കാൻ വിതുമ്പിക്കരയുവാൻ ഉള്ളിൽ വെളിച്ചം നിറയ്ക്കുവാൻ കൂടുമെൻ പുസ്തകക്കൂട്ടരേറെ ഇഷ്ടം. ഉള്ളിൽ വെളിച്ചം നിറയ്ക്കുവാൻ കൂടുമെൻ പുസ്തകക്കൂട്ടരേറെ ഇഷ്ടം. വായിക്കുവാനെനിക്കേറെ ഇഷ്ടം നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം. പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാനെനിക്കേറെ ഇഷ്ടം. വായനക്കാലം വളർത്തുവാൻ നാടാകെ വായനശാല പടുത്തുയർത്താൻ ജന്മം സമർപ്പിച്ചൊരക്ഷര സ്നേഹിയും PN പണിക്കരോടേറെ ഇഷ്ടം. വായനക്കാലം വളർത്തുവാൻ നാടാകെ വായനശാല പടുത്തുയർത്താൻ ഒരുപാട് കേൾക്കൂല്ലേ? കേൾക്കാം? ക്ലാസ്സിലേക്ക് കേൾക്കാമോ? കേൾക്കാം. ഇന്നലെ നമ്മുടെ ടീച്ചർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലാസ് ഗ്രൂപ്പിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ്. 5, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികളെ കൊണ്ട് അക്ഷരമരം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളോട് അക്ഷരം ചാർട്ട് വെച്ച് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നോ? അപ്പോൾ അതിന്റെ ഏറ്റവും കൂടുതൽ അക്ഷരം അക്ഷരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരണം. എഴുതല്ല വേണ്ടത്, ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന കുട്ടിക്ക് ഒരു സമ്മാനമുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച വരെ നമ്മുടെ മത്സരം ഉണ്ടാവും. ശരി, ഞാൻ സമയം കിട്ടുന്നതനുസരിച്ച്
ക്ലാസ് ടീച്ചറുടെ കയ്യിൽ കൊടുക്കണം. അച്ഛൻ്റെ വീടിന്റെ പെട്ടിയുടെ വെച്ചിട്ടുണ്ടാവും. ആ പെട്ടിയില് പത്രവായന കേസ് ഞാൻ എഴുതിയ പെട്ടിയില് നിങ്ങളുടെ ഉത്തരം ഇന്റർവെല്ലിൽ കൊണ്ടുപോയി. ഒരു ഇന്റർവെല്ലിൽ മാത്രമേ കൊണ്ടുള്ളൂ. ആ സമയത്ത് നിങ്ങൾ എഴുതി പേര് ക്ലാസ് എഴുതി കൊണ്ടുവന്നിടണം. മനസ്സിലായോ? അപ്പൊ നാളെ പത്രവായന കേസ് ഉണ്ടാവും. ഇന്ന് പത്രവായന കേസില് നമ്മൾ ചോദിച്ച ചോദ്യം, എറണാകുളം പബ്ലിക് ലൈബ്രറിയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചത് ആരുടെ പുസ്തകം എന്നായിരുന്നു? നിങ്ങൾ ക്വിസിൽ പങ്കെടുത്തായിരുന്നോ? വെരി ഗുഡ്. അപ്പോ അതിന്റെ ഉത്തരം LT വാസുദേവൻ നായർ എന്നാണ്. LTയുടെ രണ്ടാമൂഴം എന്ന് പറയുന്ന നോവലാണ് ഏറ്റവും അധികം വായിക്കപ്പെട്ട നോവൽ. മോഹൻലാലിന്റെ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടു. അപ്പൊ ഇതിന്റെ ശരി ഉത്തരം എഴുതി കുറെ കുട്ടികൾ പങ്കെടുത്തു. അതിലെ ശരി ഉത്തരം എഴുതിയ കുട്ടികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ HM നറുക്കട് ഫിലിമിൽ ഒരു കുട്ടീനെ തിരഞ്ഞെടുത്തു. ആ കുട്ടിയുടെ പേര് ആദിത്യൻ രാജേഷ് HJ. ആദിത്യൻ ഇപ്പോൾ താഴേക്ക് വരണം. പിന്നെ സന്തോഷകരമായ ഒരു വാർത്തയും കൂടിയുണ്ട്. നമ്മുടെ 10ാം ക്ലാസ്സിലെ മലയാളം 10ലെ കുട്ടികള് അവർ ഇത്തിരി പുറകെയായിരുന്നു. ഈ തവണ അവരും വളരെ മുന്നേറ്റത്തിലാണ്. അവരിൽ ഒരു കുട്ടി ശരി ഉത്തരം എഴുതി നമ്മുടെ നറുക്കെടുപ്പിൽ വിജയിച്ചിട്ടുണ്ട്. പ്രണവ് MS 10A. ഈ കുട്ടിയും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തു നിന്നും UP വിഭാഗത്തിൽ നിന്നും ഫസ്റ്റ് നേടിയത് അയൺ റോബിൻ മൈറ്റി. അയൺ റോബിന്റെ സ്റ്റേജിലേക്ക് കയറുന്നത് നമ്മുടെ എത്തിൽ നിന്നും സമ്മാനം സ്വീകരിക്കണം. നല്ല കൈകൾ. കൺഗ്രാജുലേഷൻ ആണ്. ഈ നിർബന്ധം തുടരുക. ഹൈസ്കൂൾ വിഭാഗം ഫസ്റ്റ് മേടിച്ചിട്ടുള്ളത് സിദ്ധാർത്ഥ് B 8E. നമ്മുടെ ഫസ്റ്റ് കിട്ടിയ പോസ്റ്റർ നമ്മുടെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് സമയം പോലെ നോക്കാം. അതുപോലെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പോസ്റ്ററും ചാർട്ടും ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾ ഇതിനെ പാസ് ചെയ്യുന്ന ഒരു ഏരിയ ഒഴിവാക്കി വേണം നിങ്ങൾ നടക്കാനായിട്ട്. ഒരാഴ്ച വരെ ഒരു രീതിയും കളയാതെ ഇവിടെ ഇടേണ്ടതുണ്ട്. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദിത്യൻ രാജേഷ് എഴുതി കാണാനോ? പ്രോത്സാഹന സമ്മാനം പ്രണവ് 10 പ്രണവ് വന്നില്ലേ? വായനക്കാലം വളർത്തുവാൻ നാടാകെ വായനശാല പടുത്തുയർത്താൻ ജന്മം സമർപ്പിച്ചൊരക്ഷരസ്നേഹിയോടെ വായിക്കുവാനെനിക്കേറെ ഇഷ്ടം. നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം. പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന കുടിക്കാനെനിക്കേറെ ഇഷ്ടം. പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാനെനിക്കേറെ ഇഷ്ടം. വായിക്കുവാനെനിക്കേറെ ഇഷ്ടം. നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം. വായിക്കുവാനെനിക്കേറെ ഇഷ്ടം. നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം.